കോറോ ഹെൽത്തിന് പിന്നാലെ ടാൽഡ്രോപ്പ് എന്ന കമ്പനിയും കൂട്ടപ്പിരിച്ചുവിടൽ നടത്തിയതോടെ IT മേഖല ആകെ ആശങ്കയിലായിരിക്കുകയാണ്. ശമ്പളവും ആനുകൂല്യങ്ങളും നൽകാതെയാണ് 300ഓളം ജീവനക്കാരെ കമ്പനി പിരിച്ചുവിട്ടത്. കൂട്ടപ്പിരിച്ചുവിടലിനെതിരെ കഴിഞ്ഞ ദിവസം ജീവനക്കാർ പ്രതിഷേധവും സംഘടിപ്പിച്ചിരുന്നു. അപ്പോൾ ഇന്ന് ആ ജീവനക്കാരുടെ അവസ്ഥ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അമൽനാഥ് പാടിച്ചാൽ ചേരുന്നുണ്ട്. അമൽ, ഈ IT മേഖലയിലെ ആശങ്ക അതിപ്പോൾ ഇതാ കോറോ ഹെൽത്തിന് പുറകെ ഇപ്പോൾ ഈ കമ്പനിയിലേക്കും എത്തിയിരിക്കുന്നു. ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് 300ഓളം ജീവനക്കാരുടെ ജീവിതമാണ് വഴിയാധാരമായിരിക്കുന്നത്. കോറോ ഹെൽത്തിന് ഏതാണ്ട് 2.5 മാസത്തെ ശമ്പളം കൊടുത്തുകൊണ്ടായിരുന്നു പിരിച്ചുവിടുന്നതെങ്കിൽ ഇവിടെ ഇവർക്ക് ഇങ്ങനെയുള്ള യാതൊരുവിധ ആനുകൂല്യങ്ങളും നൽകിയിട്ടില്ല. പല കാരണങ്ങൾ പറഞ്ഞ് ലേബർ കോഡിനെ പോലും പറ്റാത്ത തരത്തിലുള്ള പല കാരണങ്ങൾ പറഞ്ഞാണ് ഈ പിരിച്ചുവിടൽ നടന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായിരുന്നു അവിടുത്തെ സാഹചര്യം? നിലവിൽ സർക്കാർ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടോ? സിന്ധുവിന്റെ ഈ IT മേഖലയിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധി അല്ലെങ്കിൽ ആശങ്ക എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം കോറോ ഹെൽത്തിൽ ഏകദേശം 900-ന് മുകളിൽ ജീവനക്കാരെ പിരിച്ചുവിട്ട ആ ഒരു വാർത്ത വന്നിട്ട് ദിവസങ്ങളെ ആകുന്നുള്ളൂ. ആ ഒരു സാഹചര്യത്തിലാണ് നിലവിൽ സമാനമായ മറ്റൊരു കേസ് കൂടി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ടാൽഡ്രോപ്പ് എന്ന കമ്പനി അല്ലെങ്കിൽ ആ കമ്പനിയുടെ കീഴിലുള്ള 19ഓളം ഉപകമ്പനികളിൽ നിന്നുമായി 300ഓളം ജീവനക്കാരെയാണ് പിരിച്ചുവിട്ടത് എന്നുള്ളതാണ്. ഘട്ടം ഘട്ടമായാണ് ഈ കമ്പനി ജീവനക്കാരെ പിരിച്ചുവിടുന്നത്. ഇത്തരത്തിൽ പിരിച്ചുവിടലിന്റെ ഭാഗമായി കമ്പനി ജീവനക്കാരോട് പറയുന്ന ഒരു വാദം എന്ന് പറഞ്ഞാൽ ഈ ഗൾഫ് രാജ്യങ്ങളിൽ ഉണ്ടാകുന്ന തന്നെ AI സംവിധാനം വന്നതോടുകൂടിയും ഒക്കെ ജീവനക്കാരുടെ എണ്ണം ഇത്ര അധികം ആവശ്യമില്ല, അതുകൊണ്ട് തന്നെയാണ് പിരിച്ചുവിടുന്നത് എന്ന കാര്യമാണ് കമ്പനി പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ യുദ്ധം ഉണ്ടായതോടുകൂടി വലിയ രീതിയിലുള്ള പ്രതിസന്ധി, അത് സാമ്പത്തിക പ്രതിസന്ധി അടക്കം ഉണ്ടായിട്ടുണ്ട്. ഇത്തരം കാരണങ്ങൾ കൊണ്ട് കമ്പനി അത്ര ലാഭത്തിലല്ല, അതുകൊണ്ടാണ് പിരിച്ചുവിടുന്നത് എന്നൊരു കാര്യമാണ് കമ്പനി മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നത്. അതേസമയം തന്നെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ പിരിച്ചുവിട്ട ജീവനക്കാർക്ക് ഏകദേശം മാസങ്ങളോളം ഉള്ള ശമ്പളം നൽകുവാനുണ്ട്. ഒപ്പം തന്നെ മറ്റ് നഷ്ടപരിഹാര തുകയോ ഒന്നും തന്നെ കമ്പനി നിലവിൽ ഇപ്പോഴും നൽകിയിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ കമ്പനി ജീവനക്കാരുടെ പ്രതികരണമൊക്കെ എടുത്തപ്പോൾ അറിയാൻ വേണ്ടി സാധിച്ചത് 6 മാസം മുതൽ ഏകദേശം 11 മാസം വരെയുള്ള ശമ്പളം ഇനിയും ഈ ജീവനക്കാർക്ക് ലഭിക്കാനുണ്ട് എന്നുള്ളതാണ്. ഒപ്പം തന്നെ നഷ്ടപരിഹാരം എന്ന രീതിയിലുള്ള തുകയും ഇപ്പോൾ ബാക്കിയുണ്ട്. ഈ കമ്പനി അത് നൽകാമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിൽ ഈ ജീവനക്കാർക്ക് വിശ്വാസമില്ല. കാരണം കഴിഞ്ഞ വർഷം ഒക്ടോബർ ആകുമ്പോഴേക്കും ഇത്തരത്തിലുള്ള ഈ ഒരു ബാക്കി വരുന്ന ശമ്പളം, അതായത് നൽകാൻ ബാക്കിയുള്ള ശമ്പളം അത് നൽകാമെന്ന് കമ്പനി മുന്നേ തന്നെ പിരിഞ്ഞുപോയ ജീവനക്കാരോട് പറഞ്ഞിരുന്നു. പക്ഷേ അത് നൽകിയിട്ടില്ല. പിന്നീട് ഓരോ മാസങ്ങളിലും അത് സെറ്റിൽ ചെയ്യാമെന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു കമ്പനി മുന്നോട്ട് വെച്ചത്. ജൂലൈ മാസത്തിൽ അല്ലെങ്കിൽ മാർച്ച് മാസത്തിൽ അല്ലെങ്കിൽ ജനുവരി മാസത്തിൽ അങ്ങനെ ഓരോ മാസങ്ങളും അത് സെറ്റിൽ ചെയ്യാമെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ജീവനക്കാർക്ക് അത് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ജീവനക്കാർക്ക് ഒരു ഇമെയിൽ ഐഡിയിലൂടെ ഒരു നിർദ്ദേശം ലഭിക്കുകയാണ്. നിങ്ങൾ 1 മാസത്തിനുള്ളിൽ ഈ കമ്പനിയിൽ നിന്നും പിരിഞ്ഞു പോകണം എന്നാണ് ഈ നിർദ്ദേശം പലർക്കും ലഭിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ പല ജീവനക്കാരെയും ടെർമിനേറ്റ് ചെയ്തതായിട്ടുള്ള വിവരങ്ങളും ലഭിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ അതായത് അവർക്ക് ഏകദേശം 10 മാസത്തിന് മുകളിൽ ശമ്പളം നൽകാൻ ബാക്കിയുള്ള, ഒപ്പം തന്നെ നഷ്ടപരിഹാര തുകയൊന്നും നൽകാത്ത ഈ ഒരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം ജീവനക്കാർ പരസ്യമായ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് കടന്നത്. ഈ തൃക്കാക്കരയിലുള്ള കമ്പനിയുടെ മുന്നിലിരുന്നാണ് ഇത്തരത്തിൽ പ്രതിഷേധം നടത്തിയിട്ടുണ്ടായിരുന്നത്. അതേസമയം തന്നെ ഇത്തരത്തിൽ ഈ ഒരു ദയനീയാവസ്ഥ സൂചിപ്പിച്ചുകൊണ്ട് തൊഴിൽ വകുപ്പിനെ ഒപ്പം തന്നെ മുഖ്യമന്ത്രിക്ക് അടക്കം പരാതി നൽകിയിട്ടുണ്ട് എന്നാണ് ഈ ജീവനക്കാർ പറയുന്നത്. പക്ഷേ തൊഴിൽ വകുപ്പിന്റെ ഭാഗത്തു നിന്നും കൃത്യമായ രീതിയിലുള്ള അല്ലെങ്കിൽ ആശ്വാസപരമായ ഒരു നടപടിയും നിലവിൽ ഇപ്പോഴും ഈ ജീവനക്കാർക്ക് ലഭിക്കുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇവർ ഇത്തരത്തിൽ ഈ ഒരു പ്രതികരണം അല്ലെങ്കിൽ പ്രതിഷേധവുമായി നിലവിലിപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. പലരും ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യത്തിൽ പോലുമാണ് എന്ന പ്രതികരണങ്ങളാണ് നമുക്ക് ജീവനക്കാരിൽ നിന്നും ലഭിക്കുന്നത്. വലിയൊരു തുക തന്നെ ജീവനക്കാരിൽ പലർക്കും ലഭിക്കാനുണ്ട്. പക്ഷേ കമ്പനി അത് നൽകാമെന്ന് പറയുന്നുണ്ടെങ്കിലും അത്തരത്തിൽ കൃത്യമായി ജീവനക്കാരിലേക്ക് അത് എത്തിക്കാൻ വേണ്ടി കമ്പനി ഇപ്പോഴും തയ്യാറായിട്ടില്ല. പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഒഴിയുന്ന ഒരു സാഹചര്യമാണ്. ഏകദേശം 19 ഉപകമ്പനികളിൽ നിന്നും 300ഓളം ജീവനക്കാരെയാണ് ഘട്ടം ഘട്ടമായി നിലവിൽ ഈ കമ്പനി പിരിച്ചുവിട്ടിരിക്കുന്നത്. കോറോ ഹെൽത്തിന് പിന്നാലെയുള്ള ഈ കമ്പനിയുടെ ഈ ഒരു നടപടി അത് IT മേഖലയിൽ വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത്. സിന്ധു.